ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ഇങ്ങോട്ട്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഫിസിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതമാണ്. നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷയ്ക്ക് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. പോർഷനൊക്കെ തീർന്നു കാണും, അതും എനിക്കറിയാം. എന്നിരുന്നാലും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ചില കാര്യങ്ങൾ ഇന്നിവിടെ പറയുക. ഇതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂറ്റി വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ തുടർച്ച വന്നുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അറിയേണ്ടുന്നത് ഈ ശരിയായ ബന്ധം കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം വരും, അല്ലെങ്കിൽ ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് സ്യൂട്ടബിളി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം വരും. അത് ഉറപ്പാണ്. ഒരു ചോദ്യം തരും, അതിൻ്റെ ഉത്തരവും തരും. രണ്ടാമത്തെ ചോദ്യം തന്നാൽ ഉത്തരം നമ്മൾ എഴുതണം. ആദ്യത്തത് യൂണിറ്റ് ആണെങ്കിൽ രണ്ടാമത്തത് യൂണിറ്റ് ആയിരിക്കണം. ആദ്യത്തത് ഉപകരണമാണെങ്കിൽ രണ്ടാമത്തത് ഉപകരണമായിരിക്കണം. അങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ ആയിട്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ്സ് ആംപിയർ എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ എന്ത് എഴുതും? വോൾട്ട് എന്ത് എഴുതണം? നിക്രോ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഉയർന്ന ദ്രവണാങ്കമാണ്. അപ്പോൾ ഫ്യൂസ് വയർ നിങ്ങൾ എന്ത് എഴുതും? താഴ്ന്ന ദ്രവണാങ്കം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ഞാനിവിടെ പറയുമ്പോൾ മിക്ക ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതായിരിക്കും. പബ്ലിക് എക്സാമിനേഷനും ചോദിച്ച ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില ഉപകരണങ്ങൾ തരും. അവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ, ഊർജ മാറ്റം എന്താണെന്ന് ചോദിക്കാം. അത് ബോക്സ് ഇട്ട് തരാം, അല്ലാതെയും തരാം. ഉദാഹരണമായിട്ട് ഹീറ്റർ, അവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫർ നിങ്ങൾ തന്നെ പറയും. വൈദ്യുതോർജം താപോർജമായി മാറുകയാണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഹീറ്റിംഗ് എഫക്റ്റാണ്. ഇലക്ട്രിക് ബൾബ്, വൈദ്യുതോർജം പ്രകാശോർജമായി മാറുകയാണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ലൈറ്റ് എനർജി. ലൈറ്റിംഗ് എഫക്റ്റാണ്. അങ്ങനെ രണ്ടെണ്ണം തരാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയുകയാണ്. കാറിനകത്തും ബസ്സിനകത്തും ഒക്കെ ഇരിക്കുന്ന സ്റ്റോറേജ് സെല്ല്, സംഭരണ സെല്ല് എന്ന് പറയും. അവിടെ നടക്കുന്ന എനർജി ചേഞ്ച്, ആശയക്കുഴപ്പമുണ്ടാകും. വൈദ്യുതി നമ്മൾ കൊടുക്കും, അവിടെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് വൈദ്യുതോർജം രാസ ഊർജമായിട്ട് അവിടെ സംഭരിക്കപ്പെടുകയാണ്. ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻ ടു കെമിക്കൽ എനർജി. അത് വളരെ പ്രാധാന്യമുള്ളൊരു ഏർപ്പാട്ട് ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ബോക്സായിട്ട് തരാം, അല്ലാതെയും തരാം. ബോക്സായിട്ടും തരാം, അല്ലാതെയും തരാം. പിന്നീട് നമ്മൾ അറിയേണ്ടുന്നത് ഫൈൻഡ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. ശ്രദ്ധിക്കണം. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് പാസസ് ത്രൂ എ സർക്യൂട്ട് ഇൻ 1 minute, അല്ലെങ്കിൽ സമയം എന്തൊന്നും ആയിക്കൊള്ളട്ടെ, വിച്ച് ഡ്രോസ് എ കറന്റ്. കറണ്ടും തരും. ലുക്ക് അറ്റ് ദ ബോർഡ്. കറണ്ട് I
I is equal to 0.5 ആംബിയർ. അല്ല, അത്രയും വൈദ്യുതി 10 മിനിറ്റ് T is equal to 10 minutes, which is equal to 10 into 60, 600 seconds. എന്തെല്ലാം തരും, എന്ത് കണ്ടുപിടിക്കണം, അനുയോജ്യമായ ഇക്വേഷൻ എടുക്കണം. ഇത് മൂന്നുമാണ് മാത്തമെറ്റിക്സ്. ഇതറിയാമെങ്കിൽ മാത്സ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഇസ് നോട്ട് എ പ്രോബ്ലം നമുക്ക് പറയാൻ പറ്റും. ഐ ഉണ്ട്, ടി ഉണ്ട്. കണ്ടെത്തേണ്ടുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ക്യൂ ആണ്. ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് മനസ്സിൽ കണ്ടേ. Q is equal to I into T. Am I right? I into T. I എത്ര? 0.5 into T എത്ര? 600 equal to 5 6 are 33,000. ഒരു ഡെസിമൽ പ്ലേസ് പോയി 300 കുളോം. 300 കുളോം. ഈ ഇതുപോലത്തെ ഒരു ചോദ്യം 90% നമ്മൾ പ്രതീക്ഷിക്കണം. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് കണ്ടെത്താൻ. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരം തരാം. കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. അതിന് ശേഷം നമ്മൾ അറിയേണ്ടുന്നത്, ഒരു കണ്ടക്ടർ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ വൈദ്യുതി അവിടെ കുറെ പ്രവൃത്തി ചെയ്യും. വൈദ്യുതി ഫോം ഓഫ് എനർജിയാണ്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ആ കണ്ടക്ടറിന്മേൽ വൈദ്യുതി കുറെ പ്രവൃത്തി ചെയ്യും. വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? കൈകൾ നമ്മൾ കൂട്ടി ഉരസുന്നു. എന്നാലോചിച്ച് നോക്കി. കൂട്ടി ഉരസുമ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ലേ? അതേപോലെ ആ കണ്ടക്ടറിന്മേൽ വൈദ്യുതി കുറെ പ്രവൃത്തി ചെയ്യും. ആസ് എ റിസൾട്ട് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. നമുക്കിതറിയാം. ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെയാണ് ജൂൾ ഹീറ്റിംഗ് ലോ എന്ന് പറയുന്നത്, ഓമിക് ലോ എന്ന് പറയുന്നത്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല. അത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ജൂൾ ഹീറ്റിംഗ് ലോ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് heat is generated എന്നോ produced എന്നോ developed എന്നൊക്കെ പറയാം. Heat is developed in a conductor by the passage of electricity. ചാലകത്തിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന്മേൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം. ടെക്സ്റ്റിൽ ഇടത്തെ പേജിൽ താഴെ മൂന്നാമത്തെ ആ വരിയിൽ അവിടെ കിടപ്പുണ്ട് ഈ സാധനം. ബൈ ഹാർട്ട് ആക്കണം. ചോദിക്കത്തില്ല എന്ന് ധരിക്കരുത്, ചോദിക്കാം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് ഏതെല്ലാം ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എക്സ്പെരിമെൻ്റലായിട്ട് ജൂൾ കണ്ടുപിടിച്ചത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അതാണ് ജൂൾസില. നിങ്ങൾക്കറിയാം, ജൂൾസില പഠിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. What are the factors that affect the heat developed in a current carrying conductor? വൈദ്യുതപ്രവാഹമുള്ള ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം ഏതെല്ലാം ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, 1. Intensity of currents, വൈദ്യുതപ്രവാഹം. 2. Resistance of the conductor, ചാലകത്തിൻ്റെ പ്രതിരോധം. 3. The time in which current passes, വൈദ്യുതി പ്രവഹിക്കുന്ന സമയം. ഈ 3 ഫാക്ടേഴ്സ് അതിൻ്റെ പ്രോഡക്റ്റ്സ്. ആ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എങ്ങനെ? കറണ്ടിൻ്റെ സ്ക്വയർ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, വൈദ്യുതി പ്രവഹിക്കുന്ന സമയമുണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് ഇത്രയും കൂടിയാൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് കൂടും, കുറഞ്ഞാൽ കുറയുകയും ചെയ്യും. അതല്ലേ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ?
ഇനിയൊന്ന് മെമ്മറിയിൽ നിന്ന് റീകോൾ ചെയ്ത് നോക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് generated in a current carrying conductor is directly proportional to the square of the intensity of current, proportional to the product of the square of the intensity of current, the resistance of the conductor at the time in which current passes. വൈദ്യുതപ്രവാഹമുള്ള ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപം വൈദ്യുതപ്രവാഹത്തിൻ്റെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണലഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇത് ജൂൾസില എന്ന് നമുക്ക് പറയാം. പക്ഷേ ജൂൾസില മാത്തമെറ്റിക്കലായിട്ട് ഗണിത രൂപത്തിൽ പ്രസ്താവിക്കാൻ പറയും. അങ്ങനെ ചോദിച്ചാൽ ഒരു കാരണവശാലും ജൂൾ നിയമം ഒഴിവാക്കരുത്. ജൂൾ നിയമം നിലനിർത്തിക്കൊണ്ട് ഇതും കൂടെ അവിടെ എഴുതി ചേർക്കണം. എന്താണ്? ഐ ബി ദ കറന്റ് ഇൻ ആംബെയർ യൂണിറ്റ്. ശരിയല്ലേ? കറണ്ടിൻ്റെ യൂണിറ്റ് ആംബെയർ അല്ലേ? ആർ ബി ദ റെസിസ്റ്റൻസ് ഇൻ ഓം യൂണിറ്റ്. എന്താ? അല്ലേ? ആണ്. ടി ബി ദ ടൈം ഇൻ സെക്കൻഡ് യൂണിറ്റ്. ആണല്ലോ. ഐക്ക് യൂണിറ്റായി, ആറിന് യൂണിറ്റായി, ടിക്ക് യൂണിറ്റായി. ഈ 3 യൂണിറ്റും കൂടെ ചേരുമ്പോൾ ഹീറ്റിൻ്റെ യൂണിറ്റ് കിട്ടണം. അപ്പോൾ ജൂൾ നിയമം പറഞ്ഞതിന് ശേഷം ഐ ബി ദ കറണ്ട് ഇൻ ആംബെയർ യൂണിറ്റ്, ആർ ബി ദ റെസിസ്റ്റൻസ് ഇൻ ഓം യൂണിറ്റ്, ടി ബി ദ ടൈം ഇൻ സെക്കൻഡ് യൂണിറ്റ്. ദെൻ ജഡ്ജ് നേരത്തെ പ്രപ്പോർഷനിൽ പറഞ്ഞിരുന്നു എങ്കിൽ ഇപ്പൊ ഈക്വൽ സൈനായി മാറി. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി ജൂൾ എന്ന് എഴുതണം. ജൂൾ നിയമം പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. നിയമങ്ങൾ ടെസ്റ്റ് നോക്കി പഠിക്കുന്നതാണ് വൃത്തി. നമ്മൾ അതിന് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇനി ജൂൾസിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ബോഡി നോക്ക്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി ജൂൾ എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ഏത് ഫാക്ടേഴ്സിലും മാറ്റങ്ങൾ വരാം. അങ്ങനെ മാറ്റങ്ങൾ വന്നാൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൽ എന്ത് വ്യത്യാസമുണ്ടാകും എന്ന മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരം വരാം. എന്താ? വൈദ്യുതപ്രവാഹം ഐ എന്ന് പറയുന്ന ഈ സാധനം ഇരട്ടിക്കുന്നു. ഐ ഈസ് ഈക്വൽ ടു 2I എന്നായി. കണ്ട? ഇരട്ടിച്ചത് കണ്ടു 2I ആയി. അങ്ങനെ വന്നാൽ ഐ സ്ക്വയർഡ് 2I ദ ഹോൾ സ്ക്വയർഡ്. am I right? ശരിയല്ലേ? R into T. ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി 4I സ്ക്വയർഡ് ആർ ടി. ഈ സാധനം നേരത്തെ ഉള്ളതാണ്. അത് ഹീറ്റാണ്. എൻ്റെ ഹൗഫോർഡ് എത്ര മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു? 4 മടങ്ങ് വർദ്ധിച്ചു. കണ്ട? വൈദ്യുതപ്രവാഹം ഇരട്ടിയാകുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന താപം 4 മടങ്ങ് വർദ്ധിക്കുന്നു. അതാണ് increased by 4 times. The intensity of current is doubled. എന്നാൽ ഇരട്ടി എന്നുള്ളത് പകുതിയായാലും പകുതിയാകുമ്പോൾ 4ൻ്റെ 4/1 1/4 ആയിട്ട് കുറയും. ഇതുപോലെ വേറെ സംഖ്യകൾ ഓർത്ത് നോക്ക്. 3 മടങ്ങാണെങ്കിൽ 9 times ഇൻക്രീസ് ചെയ്യും. 3 റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 1/9 ആയിട്ട് കുറയും. അപ്പോൾ ഇവിടുന്ന് ഒരു ഏപ്പാട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. ടെസ്റ്റിനകത്ത് ബോക്സിനകത്ത് ഒരു 5-6 ചോദ്യങ്ങൾ കൂടെ കിടപ്പുണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക. പിന്നീട് പറയാനുള്ളത്, നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ H is equal to I squared RT എന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ഐക്കൊരു വില കൊടുക്കുമ്പോൾ
ഇക്വേഷൻ എങ്ങനെ മാറും പഠിച്ചിട്ടുണ്ടോ? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി എന്നുള്ളതിൽ ഐക്ക് പകരം വി ബൈ ഐ കൊടുത്തൂടെ? വി ബൈ ആർ, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് കൊടുക്കാമല്ലോ, ഓം നിയമം. അപ്പോഴോ ഐക്ക് പകരം വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ആർ ഇൻറ്റു ടി. റൈറ്റ്? ശരിയല്ലേ? ആണല്ലോ, ആണ്. റിമൂവ് ദ ബ്രാക്കറ്റ്. വി സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർ ആർ ഇൻറ്റു ടി. കണ്ട, ഓരോ ആർ അങ്ങ് ക്യാൻസൽ ചെയ്തപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ H is equal to V squared by R into T. രണ്ടാമത്തെ ഇക്വേഷൻ ആണിത്, ഹീറ്റ് കണ്ടുപിടിക്കാൻ. എന്നാൽ ഐക്ക് ലെവല് കൊടുത്തത് ഇപ്പോൾ ആറിന് എന്ത് വില കൊടുക്കാം? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് വില കൊടുക്കുമ്പോൾ മറ്റൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും, H is equal to I V T. ഇതിൻ്റെ പ്രൂഫ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ഈ മൂന്ന് ഇക്വേഷനുകൾ ഓർത്ത് വെച്ചേക്കണം. H is equal to I squared R T, H is equal to V squared by R into T. into T എന്ന് പറയുമ്പോൾ T ന്യൂമറേറ്ററിലാണെന്ന് പറഞ്ഞിരിക്കണം. I V T. I എന്താണ്? പറ, മനസ്സിൽ പറഞ്ഞു നോക്കുക. ഇൻറ്റൻസിറ്റി ഓഫ് കറന്റ്. R എന്താ? റെസിസ്റ്റൻസ്. ടിയോ ടൈമാണ്. ഇടയ്ക്ക് ഒരു വി കിടപ്പുണ്ടല്ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പ്രോബ്ലത്തിൽ എന്തൊക്കെ തന്നിരിക്കുന്നു അതിന് അനുയോജ്യമായ ഇക്വേഷൻ എടുക്കണം. എല്ലാത്തിനും ഐസ്ക്യൂഡാറ്റിയെ കയറി പിടിച്ച് കളയരുത്. എല്ലാത്തിനും ഐസ്ക്യൂഡാറ്റി കയറി പിടിച്ച് കളയരുത്. ഇനി ഞാനൊരു സർക്യൂട്ട് വരയ്ക്കാൻ പോവുക. നിങ്ങളൊന്ന് നോക്കിയേ, സംഭവം സിമ്പിളാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചതാണിത്. ഒരു റെസിസ്റ്റർ, മൂന്ന് വോൾട്ട്സ്, 9 ഓം. കണ്ട, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ സർക്യൂട്ട് തരാം, സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം തരാം. ഈ സർക്യൂട്ടിൽ ഒരു മിനിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന താപം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കുക. ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്ത്, ഒന്ന് വിശകലനം ചെയ്ത്. എന്തോ അനലൈസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതെന്താണ്? ആറല്ലേ? ആറാണല്ലോ. ആണ്. ആർ ഈസ് ഗിവൺ. ആർ ഈസ് ഈക്വൽ ടു 9 ഓം. 3V അതെന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ സിമ്പൽ എന്താ? വി. വി ഈസ് ഈക്വൽ ടു 3 വോൾട്ട്സ്. ഇനിയുമുണ്ടല്ലോ, ഒരു മിനിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന താപം, that is T. T is equal to 1 minute is equal to 60 seconds. These are the points given. ഈ 3 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊന്ന്. എന്ത് കണ്ടുപിടിക്കണം? 2. അതിന് ഏത് ഇക്വേഷൻ നമുക്ക് എടുക്കാം? 3. ഈ 3 കാര്യങ്ങൾ ഏത് പ്രോബ്ലത്തിനും അറിഞ്ഞിരിക്കണം. വാട്ട് ആർ ദ പോയിന്റ്സ് ഗിവൺ? തന്നിരിക്കുന്നത് എന്തല്ല, എന്ത് നമുക്ക് കണ്ടുപിടിക്കണം, അതിന് നമുക്ക് ഫേവറായിട്ടുള്ള ഇക്വേഷൻ ഏതെടുക്കാം. എല്ലാത്തിനും ഐസ്ക്വയർഡ് ആർ ടിയെ കയറി പിടിച്ച് കളയരുതാണ് ഞാൻ പറഞ്ഞത്. ആറുണ്ട്, വി ഉണ്ട്, ടി ഉണ്ട്. അപ്പം എച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾ പറയൂ. ഐസ്ക്വയർഡ് ആർ ടി എടുക്കാം, പക്ഷെ ഇവിടെ ഐ ഇല്ലല്ലോ. ഇല്ല. ഐ വി ടി എടുക്കാം, പക്ഷെ ഐ ഇല്ലല്ലോ. പിന്നുള്ളത് എന്താ? ആറും വിയും ടിയും എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി. കണ്ട, വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി. ഇതിനകത്തൊരു സംഖ്യയാണ് ഇതിൻ്റെ ഉത്തരവും. ഈ തന്നിരിക്കുന്ന ഇതിനകത്ത് ഒരു സംഖ്യയാണ് ഇതിൻ്റെ ഉത്തരവും. അതാണ് പ്രത്യേകത. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണിത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്.
ദാണ്ടേ വി സ്ക്വയർ 3 into 3 into 60 അവിടെ മാറ്റി എഴുതാം. 3 into 3 into 60 by 9. ശരിയല്ലേ? നോക്കിയേ, വി സ്ക്വയർ 3 into 3 t 60 by r 9. 3 3s are 9. Cancels. Getting 60 joule. കണ്ട, 60 joule. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊരു സംഖ്യയാണ് ഇതിൻ്റെ ഉത്തരം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇതവിടെ കാണും. ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് നമുക്കറിയാമല്ലോ. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. ജൂൾ നിയമം ചോദിച്ചിട്ടുണ്ടോ? അതിൻ്റെ കൂടെ ഒരു പ്രോബ്ലം ഉറപ്പാണ്. ഐയും ആറും ടീം തരുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ഇടാം, നിങ്ങളത് ചെയ്ത് പഠിക്കണം. ആ ചോദ്യം പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണെന്നറിയണം. സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. കേട്ടോളൂ. Find the quantity of heat generated in 100 ohm resistor for 1 minute, which draws a current 0.2 ampere. ചെയ്തു പഠിക്കണം. ഒന്നുകൂടെ പറയാം. Find the quantity of heat generated in 100 ohm resistor for 1 minute, which draws a current 0.2 ampere. 0.2 ആംപിയർ വൈദ്യുതി 100 ഓം പ്രതിരോധകത്തിൽ 1 മിനിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന താപം കണ്ടുപിടിക്കുക എന്നാണ് ഈ ചോദ്യം. അപ്പോൾ വാട്ട് ആർ ദ പോയിന്റ്സ് ഗിവൺ? ഒന്ന് അനലൈസ് ചെയ്യുന്നു, സ്വയം ചെയ്യണം. ഒരു ചോദ്യം ചെയ്തതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുമ്പോൾ ആഹാ, നമുക്കുണ്ടാകുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കടകളിൽ നിന്നൊന്നും അത് കിട്ടത്തുമില്ല. നമുക്കുണ്ടാകുന്ന ആ ആനന്ദം അതാണ്. 100 ഓം പ്രതിരോധം R is equal to 100 ohm. ശരിയല്ലേ? ടൈം T is equal to 1 minute is equal to 60 seconds. I is equal to 0.2 ampere. These are the points given. ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്ത് കണ്ടെത്തണം? ഹീറ്റ് കണ്ടെത്തണം. H is equal to ചോദ്യചിഹ്നം. ഇവിടെ ഏത് ഇക്വേഷൻ എടുക്കും? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ സ്കൂളിലെ പബ്ലിക് എക്സാമിനേഷൻ സമയമാകുമ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കേട്ടോ, പേടിക്കണ്ട. എച്ച് കണ്ടുപിടിക്കണം. ഐ ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട്. ഏത് ഇക്വേഷൻ എടുക്കാം? എച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ, മനസ്സിൽ പറഞ്ഞോളൂ, ഐ സ്ക്വയർഡ് ആർ ടി. ശരിയല്ലേ? ശരി. ഐ സ്ക്വയർഡ് 0.2 പകുതിയെ ഞാൻ ചെയ്യും, ബാക്കി നിങ്ങൾ സ്വയം ചെയ്യണം. 0.2 ഇൻറ്റു 100 ഇൻറ്റു ഇങ്ങോട്ട് മാറ്റി എഴുതാം കേട്ടോ. ഈക്വൽ ടു 0.2 മനസ്സിലൊന്ന് പറഞ്ഞേ. ഇൻറ്റു 0.2 ഇൻറ്റു 100 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു അത്രയും ജൂൾ. ചെയ്ത് പഠിക്കണം. എല്ലാം ഞാൻ തന്നെ ചെയ്താൽ പറ്റത്തില്ലല്ലോ. ഇതെങ്ങനെ ചെയ്യും? 2 ഗുണം 2 4, 1 4 4 4, 6 4 24. എന്നിട്ടോ 100ന്റെ 2 0, 60ന്റെ 1 0, എന്നിട്ട് 2 ദശാംശം മാറ്റണം. അത്രയുമാണ് അതിൻ്റെ ഹീറ്റ്. ചെയ്തു പഠിക്കണം. കേട്ടല്ലോ? പറയുന്ന കേൾക്കണം, ചെയ്ത് പഠിക്കണം. എടുത്തു വെച്ച് നോക്കുമ്പോൾ ആഹാ എളുപ്പം അല്ല, ചെയ്ത് തന്നെ പഠിക്കണം.
നമ്മൾ വൈദ്യുതപ്രവാഹത്തിൻ്റെ താപഫലമാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല ഉപകരണങ്ങളുമുണ്ട്. അതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ ജനറലായിട്ട് പറയുന്നത് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസുകൾ എന്ന് പറയാം, വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയും. ഇവിടെയൊക്കെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ആ ഭാഗത്തിന് നമ്മളൊരു പേര് പറയും, ഹീറ്റിംഗ് എലമെന്റ്സ്, താപചാലകം എന്ന് പറയും. ആ ഭാഗത്തിൻ്റെ പേരാണ് പറയുന്നത്. കാരണം ആശയക്കുഴപ്പം വരും. നെയിം ദ പാർട്ട് ദാറ്റ് വിച്ച് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ആൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ്. വൈദ്യുത താപനോപകരണങ്ങൾ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളവിടെ പറയുന്നത് ഹീറ്റിംഗ് എലമെൻ്റാണ്, താപചാലകമാണ്. അവിടെയാണ് താപം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന താപം, ആ എലമെന്റ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അവിടെ നിക്രോമാണെന്ന് പറയേണ്ടത്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് എലമെന്റ്സ്. ഏത് പദാർത്ഥമാണ് താപചാലകമായിട്ട് ഉപയോഗിക്കുന്നത്, അവിടെയാണ് നമ്മൾ നിക്രോം എന്ന് പറയേണ്ടത്. വൈ? എന്തുകൊണ്ട് നിക്രോം ഉപയോഗിക്കുന്നു? എന്തുകൊണ്ട്? തക്കതായ കാരണങ്ങളുണ്ട് നിക്രോം ഉപയോഗിക്കാൻ. നിക്രോമിൻ്റെ ഒരു പ്രത്യേകത, താഴ്ന്ന താപനിലയിലൊന്നും ഇത് ഉരുകിപ്പോകില്ല എന്നർത്ഥം. എന്ന് പറയുമ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഉയർന്ന ദ്രവണാങ്കമാണ്. 2, ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ്. 2 പഠിക്കണം, 3 പഠിക്കണം, 2 പരീക്ഷയ്ക്ക് ചോദിക്കും. 2 ചോദിക്കും, 3 നമ്മൾ പഠിക്കണം. ഇറ്റ് ക്യാൻ റിമെയിൻ എ ലോങ് ടൈം in red hot condition, giving out heat. ചുട്ടു പഴുത്തിയ അവസ്ഥയിൽ വളരെ കൂടുതൽ സമയം നിലനിൽക്കാൻ ഇതിന് കഴിയും. അതാണ് നിക്രോമിൻ്റെ പ്രത്യേകത. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് an alloy of iron, nickel and chrome. അലോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അതൊരു പ്രത്യേകതയാണ്, അലോയുടെ പ്രത്യേകതയാണ്. അപ്പോൾ why nichrome is used in electrical heating appliances? 1, high melting points. 2, high resistivity. 3, it can remain a long. ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്, ടെസ്റ്റ് വലത്തെ പേജിൽ താഴെ കിടപ്പുണ്ട് ഈ ഘടകങ്ങളെല്ലാം. 3 പഠിക്കുക, 2 ചോദിക്കും. ചിലപ്പോൾ 1 തരും, ബാക്കി 2 നമ്മൾ എഴുതാനായിരിക്കും അവിടെ പറയുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത, ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത. നിക്രോമിൻ്റെ പ്രത്യേകതകളുണ്ടെല്ലാം. ചിലപ്പോൾ 2 ബീക്കർ, ശ്രദ്ധിക്കുക, 2 ബീക്കർ, ഈ 2 ബീക്കറിൽ ഒരേ അളവിൽ ജലമുണ്ട്. മനസ്സിലാക്കണം, 2 ബീക്കർ, 2ലും ഒരേ അളവിൽ ജലമുണ്ട്. ഒന്നിനകത്ത് നിക്രോം കമ്പി, മറ്റൊന്നിനകത്ത് അലുമിനിയം കമ്പി. 2ൻ്റെയും കനം ഒരുപോലെ, നീളം ഒരുപോലെ. 2നകത്തും വൈദ്യുതി ഒരേ സമയം ഒരേപോലെ വൈദ്യുതി കടത്തിവിടുന്ന ഒരു ചിത്രം ചിലപ്പോൾ അങ്ങ് തരും. 2 ബീക്കർ, 2ലും ഒരേ അളവിൽ ജലം. ഒന്നിനകത്ത് നിക്രോം, ഒന്നിനകത്ത് അലുമിനിയം. കണ്ട, ഒരേ വൈദ്യുതി 2ലും കടത്തിവിടുന്നു, ഒരേ സമയം കടത്തിവിടുന്നു. അതൊക്കെ അവിടെ പറയും. വിച്ച് വൺ പ്രൊഡ്യൂസസ് മോർ ഹീറ്റ്? വൈ? ഏതാണ് കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നിക്രോം ആയിരിക്കുമല്ലോ. എന്തുകൊണ്ട്? ഈ പ്രത്യേകതകളൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. പ്രത്യേകതകൾ
ഒരു കാര്യം കൂടെ നോക്കി, ഇത് താപഫലമാണ്. താപഫലം ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തും. പ്രോബ്ലംസ് ഇനിയും ചെയ്യും, ഹോംവർക്ക് തന്നിട്ടുണ്ട്. പിന്നീട് ഇലക്ട്രിക് അയൺ നമുക്കറിയാം, സോൾഡറിങ് അയൺ നമുക്കറിയാം. അങ്ങനെ താപം ഉത്പാദിപ്പിക്കപ്പെടുന്ന പല ഉപകരണങ്ങളും ഉണ്ടല്ലോ. ഒരു 3 എണ്ണം തരും, 4-മത്തത് വേറെ ഏതെങ്കിലും ഒരു കുന്തറെണ്ണം കൊണ്ടെടുത്തിങ്ങി തരും. ഫൈൻഡ് ദി ഓഡ് വൺ, കൂട്ടത്തിൽ പെടാത്തതേതെന്നാണ് ചോദ്യം. താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപകരണങ്ങളുടെ കൂടെ വേറെ ഏതെങ്കിലും തന്നാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബോർഡിലോട്ടൊന്ന് നോക്കിയേ, ബോർഡിലോട്ടൊന്ന് നോക്ക്, ഒരു മിനിറ്റോ. I squared RT, ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാ. V squared by R into T, IVT, V by R squared R. You are given 4 types of equations. Which one is not related? ചോദിച്ചിട്ടുള്ളതാണിത്. I squared RT we know, നമുക്കറിയാം, ഹീറ്റിൻ്റെ ഇക്വേഷനാണ്, ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ്. അടുത്തത് വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി, അതും ഹീറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഐ വി ടി, അതും ഹീറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ വി ബൈ ആർ സ്ക്വയർഡ് ഇൻറ്റു ടി അണ്ട, വി ബൈ ആർ സ്ക്വയർഡ് ഇൻറ്റു ടി, ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ ഹീറ്റിൽ പഠിച്ചോ? ഇതാണ് നോട്ട് റിലേറ്റഡ്, ബന്ധമില്ലാത്ത, ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധമില്ലാത്തത്. ഇതാണ് ഐ സ്ക്വയർഡ് ആർ ടി കറക്റ്റാണ്, വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി കറക്റ്റാണ്, ഐ വി ടി അതും കറക്റ്റാണ്, വി ബൈ ആർ സ്ക്വയർഡ് ഇൻറ്റു ടു തെറ്റുത്തരം, നോട്ട് റിലേറ്റഡ്. അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓഡ് വൺ, ഒറ്റപ്പെട്ടവനെ കണ്ടെത്താൻ ഫൈൻഡ് ദ ഓഡ് വൺ. അത് നോട്ട് റിലേറ്റഡ്, ബന്ധമില്ലാത്തതേത്. ഹീറ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യനകത്തും ടൈമുണ്ട്. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം, ഇത്തിരി അങ്ങോട്ട് പോകുമ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കും, അവിടെയൊക്കെ ടി കാണില്ല, ഹീറ്റിനകത്ത് ടി വേണം. ഇനി ടെക്സ്റ്റ് വായിക്കണം കേട്ടോ, ടെക്സ്റ്റ് വായിക്കണം, ഇതെല്ലാവരും ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഇതെല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, താപവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ വീഡിയോ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നാലെ, ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഇതിൻ്റെ പിന്നാലെ സെക്കൻഡ് പാർട്ട് വരും. കാണണം, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതികളിലൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നും ചോദ്യ മാതൃകകളും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഷെയർ ചെയ്യുന്ന കാര്യം അറിയാം, ഇല്ലേ, ബെൽ ബട്ടൻ്റെ കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ ഞാൻ എടുത്തു പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. ബൈ ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ്